ആൻഡ്രൂ അഗസ്റ്റിൻ വലിയ പോരാട്ടമായിരിക്കുമോ? വലിയ പോരാട്ടമായിരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം. 2018 കാരണം ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്ന് രണ്ടാമത്തെ വർഷമാണ് കേരളത്തിൽ പ്രളയം സംഭവിക്കുന്നത്. 2018 പ്രളയം സംഭവിക്കുന്നു. പ്രളയം സംഭവിക്കുമ്പോൾ ആദ്യം വരുന്ന ടാഗ്ലൈൻ എന്ന് പറഞ്ഞാൽ റീബിൽഡ് കേരളയാണ്. റീബിൽഡ് കേരള പുനരുദ്ധരിക്കും കേരളത്തെ. കാരണം മുഴുവൻ പ്രളയം വന്ന് നശിച്ച കേരളത്തെ പുനരുദ്ധരിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് കേരളത്തെ പുനരുദ്ധരിച്ചു. അതിനുശേഷം വരുന്നതാണ് നവകേരളം. മനസ്സിലായോ? അപ്പം എല്ലാത്തിനും ഒരു പ്ലാനിങ് നമ്മൾ കാണുന്നുണ്ട്. റീബിൽഡ് കേരള, റീബിൽഡ് വയനാട്. എന്താണ് റീബിൽഡ് വയനാട് നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ. എന്താണ് റീബിൽഡ് വയനാട് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശം നമുക്ക് മനസ്സിലായല്ലോ. റീബിൽഡ് വയനാട് എന്താണെന്നും റീബിൽഡ് കേരള എന്താണെന്നും നവകേരളം എന്താണെന്നും എല്ലാം കേരളത്തിലെ ജനങ്ങൾക്കറിയാം. അതിനൊന്നും പുതിയ വാക്കുകളോ പുതിയ വാചാടകങ്ങളുടെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും എങ്ങനെയാണിത് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഈ വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ച് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, കേന്ദ്രത്തിൽ BJPക്കെതിരെ പറയുകയാണ്. BJP ED ഉപയോഗിച്ച് ഇന്ത്യയിലെ പ്രതിപക്ഷ മുഖ്യമന്ത്രിമാരെ മുഴുവൻ ഉപദ്രവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഈ പറഞ്ഞ അരവിന്ദ് കെജ്രിവാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. അവരെ ED അറസ്റ്റ് ചെയ്ത് ജയിലിലിടുമ്പോൾ അത് പരാതിക്കാരൻ കോൺഗ്രസ്സാണ്. ഇവിടെ കേരളത്തിൽ വന്നിട്ട് ഇതേ വാക്കുകൊണ്ട് അതേ പറഞ്ഞ നാവ് കൊണ്ട് കേരളത്തിൽ വന്നിട്ട് പറയുകയാണ്, എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി EDനെ വെച്ച് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണ്. രണ്ടും ഒരേ വാക്കാണ്. അപ്പം ഞാൻ പറയുന്നത്, ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന്, ഇന്ത്യ ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടിക്ക് ഒരു നിലപാടല്ലേ പാടുള്ളൂ. ഡൽഹിയിൽ ചെല്ലുമ്പോൾ ഒരു നിലപാടും, തെലങ്കാനയിൽ ചെല്ലുമ്പോൾ വേറെ നിലപാടും, കർണാടകയിൽ വരുന്ന നിലപാടും, കേരളത്തിൽ വരുന്ന നിലപാടും വേറെ ആവാൻ പാടില്ലല്ലോ. മൂന്ന് നിലപാടാണ്. അപ്പോൾ ഞാൻ പറയുന്നത്, കേരളത്തിൽ വരുമ്പോൾ സംബന്ധിച്ചിടത്തോളം ഇതുവരെ കോൺഗ്രസ് പ്രതിപക്ഷത്താണ്. അപ്പോൾ ഇവരെ എതിർ പാർട്ടി എന്ന് പറയുന്നത് BJP അല്ല, അവിടെ CPM ആണ്, അല്ലെങ്കിൽ ഇടതുപക്ഷമാണ്. അപ്പോൾ ചോദിക്കുകയാണ്, എന്തുകൊണ്ട് ED വെച്ചിട്ട് CPMനെ അറസ്റ്റ് ചെയ്യുന്നില്ല? ഡൽഹിയിൽ ചെല്ലുമ്പോൾ കെജ്രിവാളാണ് ഇവർക്കെതിരെ. അപ്പോൾ കെജ്രിവാളിനെ എന്തുകൊണ്ട് EDനെ വെച്ച് അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുകയാണ്. അറസ്റ്റ് ചെയ്യില്ല പറഞ്ഞിട്ടില്ല. ഒന്നാമത്തെ കാര്യം, അഴിമതി ആരോപണം ഉന്നയിക്കാൻ അഴിമതി ആരോപണം എന്ന് പറയുന്നത് ഉന്നയിക്കേണ്ട കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടിയല്ലേ? ഇവർ ഉന്നയിക്കുന്നുണ്ടോ? അല്ല, കെജ്രിവാളിന്റെ വരാം. എന്തിനാ ഞാൻ ഇല്ലാത്ത ഇന്ന് ഹൈക്കോടതി ചവിറ്റുകോട്ടയിലുള്ള കേസിനെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് കേട്ടോ. അവിടുത്തെ സുപ്രീം കോടതി എടുത്ത് അല്ലെങ്കിൽ ഹൈക്കോടതി എടുത്ത് ചവിറ്റുകോട്ടയിൽ ഇട്ടു. അങ്ങനെ ഒരു കേസ് തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ആ അഴിമതി ആരോപണം തന്നെ ഇല്ല. ആ അഴിമതി ആരോപണം കോൺഗ്രസ് ഉന്നയിച്ച അഴിമതി ആരോപണം തന്നെ ഇന്നില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ? ഞാൻ പറയുന്നത്, ഇതിനൊരു ഹോംവർക്ക് വേണ്ടേന്ന്. നമ്മൾ പ്രതിപക്ഷം എന്ന് പറയുന്നത് എന്താണ്? അടുത്ത ഭരണപക്ഷം എന്നുള്ളതല്ലല്ലോ പ്രതിപക്ഷം എന്നുള്ളത്. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന സ്ഥാനത്തിന് ഉചിതമായി പ്രവർത്തിക്കുക, അതാണ് പ്രതിപക്ഷം. ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് പ്രതിപക്ഷത്താണ്. ഞാൻ ആ പ്രതിപക്ഷത്തിൽ വൃത്തിയായി പണിയെടുത്ത് വൃത്തിയായി പ്രതിപക്ഷത്തിന് ജോലി ചെയ്താൽ ജനങ്ങൾ ഭരണപക്ഷത്തെ എത്തിക്കോളും. അല്ലാതെ ഇലക്ഷൻ വരുമ്പോൾ ഒരു ഭരണപക്ഷമാവാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷം പ്രവർത്തിക്കുകയാണോ വേണ്ടത്? അതല്ലല്ലോ വേണ്ടത്. അപ്പം ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനവും, കർണാടകയെ സംബന്ധിച്ച് ഒരു തീരുമാനവും, തെലങ്കാനയെ സംബന്ധിച്ച് ഒരു തീരുമാനം ആവാൻ പാടില്ലല്ലോ. അങ്ങനെ പാടുമോ? അതൊരു ശൈലിയാണോ? ആ ശൈലിയാണോ ഉപയോഗിക്കേണ്ടത്? ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞു, ഈ 25 ലക്ഷം രൂപ ഇൻഷുറൻസിൻ്റെ കാര്യം പറഞ്ഞു. 3.5 കോടി ജനങ്ങൾക്ക് കൊടുക്കണമല്ലോ ഇൻഷുറൻസ്. ഈ പറയുന്ന 1 കോടിയോ 85 ലക്ഷമോ 90 ലക്ഷമോ വീടുകളാണെങ്കിൽ തന്നെ 3.5 കോടി ജനങ്ങൾക്ക് കൊടുക്കണമല്ലോ. അപ്പം അതിൻ്റെ അകത്ത് 50 വയസ്സിന് മേലേക്കുള്ളവർ എത്ര പേരുണ്ടാവും? 1 കോടി ആൾക്കാരുണ്ടാവുമല്ലോ. അവരുടെ ഇൻഷുറൻസ് പ്രീമിയം അരുൺ സാർ പറഞ്ഞിടത്ത് നിൽക്കത്തില്ല. ഈ 25 ലക്ഷം രൂപേനെ കണക്ക് ചെയ്യുമ്പോൾ എന്താ അറിയോ? ഒരു വീട്ടിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്ക് 5 ലക്ഷം എന്നല്ല കേട്ടോ. 25 ലക്ഷം എല്ലാവർക്കുമാണ്. ഒരു പൗരന് 25 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് വരും. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇന്നലെ അതെടുത്ത് കാൽക്കുലേറ്റ് ചെയ്യിച്ചു. ഞാനൊരു ഇൻഷുർ കമ്പനീൻ്റെ കേരളത്തിലെ ഹെഡിനെ വിളിച്ച് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഒരു പൗരന് 25 ലക്ഷം രൂപ ഇൻഷുറൻസ് കൊടുക്കണമെങ്കിൽ മിനിമം 25,000 തുടങ്ങി 35,000 രൂപ വേണ്ടി വരും. എന്ന് പറഞ്ഞാൽ പ്രീമിയം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ 3.5 കോടി ജനങ്ങളെ 3.5 കോടി ഇൻറ്റു 25,000 30,000 കൂട്ടണം. ഇത് ഡിവൈഡഡ് ബൈ 12 ഇട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ പോലെ എത്തും. പക്ഷെ അങ്ങനെ പറ്റത്തില്ല. കേരളത്തിലെ ഓരോ പൗരന് ഒരു വീട്ടിൽ 25 ലക്ഷം എന്ന് പറഞ്ഞാൽ അവിടെ 3 പേരുണ്ടെങ്കിൽ അത് 7ആയിട്ട് കാണിക്കാൻ പറ്റില്ലല്ലോ. ഒരാൾക്ക് 25 ലക്ഷത്തിന് എൻ്റെ പ്രീമിയം കൊടുക്കണ്ടേ? അങ്ങനെ പോലും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വേറൊരു കാര്യം ചോദിച്ചു കേട്ടോ. ഞാൻ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണോ ഈ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചതെന്ന് ചോദിച്ചു. അദ്ദേഹം എന്നോട് പറഞ്ഞത്, പ്രധാനപ്പെട്ട നേതാവാണ് കേട്ടോ, വളരെ പ്രധാനപ്പെട്ട, ഡിസ്കസ് ചെയ്യാൻ കേരളത്തിലെ ഇലക്ഷനിൽ തീരുമാനമെടുക്കാൻ പ്രാപ്തിയുള്ള നേതാവിനോട് ഞാൻ ചോദിച്ചതാണ്. അദ്ദേഹം പറഞ്ഞത് എന്താ അറിയോ? ഞാൻ ആ സ്റ്റേജിൽ ഇരുന്നിട്ടാണ് കേട്ടത്. എന്നോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ അതിനകത്ത് കൂട്ടിയും കുറച്ചൊന്നുമല്ല. ഞാൻ ആ സ്റ്റേജിൽ കാരണം അവരൊക്കെ അന്താളിച്ചു പോയി. 25 ലക്ഷത്തിൻ്റെ
വാക്ക് കേട്ടിട്ട്. എന്നാൽ നിങ്ങളൊരു 25,000 35,000 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്തൊക്കെ 3.5 കോടി ജനങ്ങൾക്ക് 10-75,000 കോടി രൂപ വേണമെന്നേ. ഞാൻ പറയുന്നത് ഇതൊന്നും നടപ്പിലാകാത്ത കാര്യമില്ല. പിന്നെ ഇനി അങ്ങനെ നടപ്പിലാക്കി എന്ന് വെക്കുക, നടപ്പിലാക്കി എന്താ സംഭവിക്കുന്നറിയോ? കേരളത്തിലെ ആരെങ്കിലും ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ടോ? ജനങ്ങൾ മുഴുവൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് പോകും. പ്രൈവറ്റ് ഹോസ്പിറ്റൽ എന്താ ചെയ്യുക? പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന സമയത്ത് അവൻ ടോക്കൺ അടിസ്ഥാനത്തിൽ കൊടുക്കും. എവിടെ കൊടുക്കുന്നത് പോലെ ലണ്ടനിലും അമേരിക്കയിലൊക്കെ നിങ്ങൾ ഇന്ന് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടോളൂ, 2 ആഴ്ച കഴിഞ്ഞ് ഡോക്ടറെ കണ്ടോളൂ എന്നുള്ള പ്രശ്നം ഉണ്ടായത് എന്താ പറയുമോ? അവിടെ ഭരിക്കുന്നത് പോലെ ഇൻഷുറൻസ് കുത്തകകളാണ്. ആ കുത്തകകളെ കൊണ്ടാണ് ഇന്ത്യയിൽ പുറത്ത് ഈ പ്രധാനപ്പെട്ട വികസന രാജ്യങ്ങളിലെല്ലാം ഈ പറയുന്ന മെഡിക്കൽ മേഖല തകർന്നു കിടക്കുന്നത്. കാരണം എന്താണ്? അറ്റാക്ക് വന്ന മനുഷ്യനോട് പറയുന്നത് എന്താ അറിയോ? ഡോക്ടർ ഫ്രീ അല്ല, നിങ്ങൾ അടുത്ത ആഴ്ച വന്നോളൂ എന്ന് പറയുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നിൽ നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോകുന്നത് പൈസക്കാർക്ക് അവിടെ പോകാൻ കൊതിയാണെന്നാണ്. അല്ല, ഞാൻ പറയുന്നത് പല സ്ഥലങ്ങൾ ഞാൻ പറയുന്നത് ഇത് വികസിപ്പിച്ചെടുക്കണമെന്നേ. ഞാൻ പറയുന്നത് കേരളത്തിൽ 50 ലക്ഷം കോടിയൊന്നും അട്ടി വെച്ചിട്ടില്ലല്ലോ. ഇതൊക്കെ വികസിപ്പിച്ചെടുക്കണം. ഞാൻ പറയുന്നത് എങ്ങനെയാണോ KSRTC വികസിപ്പിച്ചെടുത്തത്, എങ്ങനെയാണോ ഹോസ്പിറ്റലുകൾ വികസിപ്പിച്ചെടുത്തത്, എങ്ങനെയാണോ ഈ പറയുന്ന നമ്മുടെ സർക്കാർ സ്കൂളുകൾ 45,000 ഹൈടെക് സ്കൂളുകളാക്കി മാറ്റിയത്, ഇങ്ങനെ ഓരോ സംവിധാനങ്ങളെ വികസിപ്പിച്ചെടുത്തല്ലേ കൊണ്ടുവരിക. എങ്ങനെയാണ് റീബിൽഡ് കേരള ഉണ്ടായത്? ആ റീബിൽഡ് കേരള എങ്ങനെയാണ് നാഷണൽ ഹൈവേ ഉണ്ടായത്? എങ്ങനെയാണ് വിഴിഞ്ഞം പ്രൊജക്റ്റ് ഉണ്ടായത്? അപ്പം ഞാൻ പറയില്ലേ, ഇന്നലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് പറയാണ്, ഈ പിണറായി സർക്കാർ എന്തിനാണ് തുരങ്കപാതയ്ക്ക് പിന്നെ ഫസ്റ്റ് ബ്ലാസ്റ്റിന് പോകുന്നത് എന്ന് ചോദിക്കുകയാണ്. ആ വീക്ഷണത്തിൻ്റെ ആദ്യത്തെ ഉദ്ഘാടനം ചെയ്ത് പിണറായി വിജയൻ അല്ലേ? അതല്ലേ ചെയ്യേണ്ടത്? അതാണ് ദീർഘവീക്ഷണം എന്ന് പറയുന്നത്. അടുത്ത ഇലക്ഷൻ വരുന്ന സമയത്ത്, അടുത്ത ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ 2031 ഇലക്ഷൻ വരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രൊജക്റ്റ് എന്ന് പറയുന്നത് ഏതാന്ന് പറയുന്നത് ഈ വയനാട് തുരങ്കപാതയായിരിക്കും. അതിന് ദീർഘവീക്ഷണം വേണ്ടേ? അത് അടുത്ത 31 പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്ന് വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. ഇതെന്ന് പറയുന്നത് കേരളത്തിലെ ആ ഒരു 2 ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ഒരു വലിയ ഒരു സ്വപ്ന പദ്ധതിയാന്നേ. ജനങ്ങൾ ഇന്ന് പെരുമ്പടം പാലത്ത് 12,000 ജനങ്ങൾക്ക് വേണ്ടി 106 കോടി രൂപ സ്പെൻഡ് ചെയ്തു. വെറും 12,000 ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ ദ്വീപ്, 12,000 ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഒരു വലിയ കായലിന് കുറുകെ ഇത്രയും വലിയൊരു പാലം പണിയേണ്ട കാര്യമുണ്ടോ? അപ്പം നോർമലി ചോദിക്കാമല്ലോ, ഇത്രയും കടക്കണിയിലുള്ള സർക്കാർ ഈ 100 കോടി അവിടെ കൊടുക്കുന്നതിനേക്കാളും ഭേദം ഇതിനേക്കാളും ബാധിക്കുന്ന കുറേ പേര് ഇവിടെ ഇല്ലേ? ഇവർക്ക് കൊടുത്തുകൂടെ എന്ന് ചോദിക്കായിരുന്നോ? അങ്ങനെ ചോദിക്കാൻ പറ്റുമോ? 12,000 ആൾക്കാർ നമുക്ക് വലുതാണെന്നേ. ഒരു ചെറിയ സംവിധാനം എന്ന് പറയുന്നത് വലുതാണ്. പിന്നെ നേരത്തെ നിങ്ങൾ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ പറഞ്ഞ ജോലിയുടെ കാര്യം, PSCയുടെ കാര്യം. PSC എന്ന് പറയുന്ന സാധനം ശരി, നിങ്ങൾക്ക് ഇത്രയും ആൾക്കാർക്ക് ലിസ്റ്റ് വന്നു. ആ ലിസ്റ്റ് നഷ്ടപ്പെടാതിരിക്കാനാന്നേ 40 വയസ്സ് വരെ നീട്ടിയത്. അവർക്ക് ഇനിയുണ്ട്, പുതിയ എക്സാം എഴുതിയില്ലെങ്കിൽ 40 വയസ്സ് വരെ ഇനി എക്സാം എഴുതാം. ഞാൻ പറയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കാൻ അറിയോ? 56-ാമത്തെ വയസ്സിൽ റിട്ടയർഡ് ആകുകയല്ലേ? അല്ലേ? 40-ാമത്തെ വയസ്സിൽ ജോലിക്ക് കയറുന്ന ഒരാൾ എത്ര വർഷം വർക്ക് ചെയ്യണമെന്നറിയോ? വെറും 15-16 വർഷം വർക്ക് ചെയ്താൽ മതി. ഈ 16 വർഷം വർക്ക് ചെയ്താൽ അവൻ്റെ ജീവിതാവസാനം വരെ പെൻഷൻ കിട്ടുകയാണ്. മനസ്സിലായി? ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ എതിരാട്ടോ, പേഴ്സണലി ഞാൻ എതിരാണ്. പക്ഷേ ഈ പറഞ്ഞ എനിക്ക് ജോലി കിട്ടുമെന്ന് സർക്കാർ വിശ്വാസം അർപ്പിച്ച ആൾക്കാരുടെ വിശ്വാസം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് അടുത്തൊരു സംവിധാനത്തിലേക്ക് മാറ്റിയെന്നുള്ളത്. പിന്നെ ഞാൻ പറഞ്ഞത് മൈന്യൂട്ടായ കാര്യങ്ങൾ വരെ സർക്കാർ നോക്കുന്നു എന്നുള്ളതാണ്. ഇതിന്റെ ഇതൊന്നും ചെയ്യാതെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിക്ക് അല്ല ഒരു PSCയുടെ പ്രായപരിധി കൂട്ടുന്നതിൽ യുവജനങ്ങൾക്ക് വലിയ ആശങ്ക. കാരണം ഒരാളുടെ ഞാൻ എതിരാന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഞാൻ പറഞ്ഞറിയോ, ഒരു വിശ്വാസം അർപ്പിച്ചിരിക്കുന്ന ഒരാൾക്ക് പോലും അതൊരു വിശ്വാസക്കേടാകരുതെന്ന് വിചാരിക്കുന്ന ഒരു സർക്കാരുള്ളത് കൊണ്ടാണ് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. നമുക്ക് കേരളത്തിലുള്ള മുഴുവൻ ആൾക്കാർക്ക് സർക്കാർ ജോലി കൊടുക്കാൻ പറ്റില്ലല്ലോ. പറ്റത്തില്ല. 5% ഞാൻ പറയുന്നത് വളരെ കുറച്ചേ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ അർത്ഥമില്ലാന്നേ. കേരളത്തിൽ അതിനനുസരിച്ച് വികസനം വരുന്നുണ്ടെന്ന് ഞാൻ ഇന്നലെ പിന്നെ നമ്മുടെ വ്യവസായ വകുപ്പിന്റെ കേരളത്തിലെ ഇൻവെസ്റ്റ്മെന്റ് നോക്കുമായിരുന്നു. കേരളത്തിലെ വ്യവസായ വകുപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പുറത്തുനിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അറൗണ്ട് 40,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് കേരളത്തിൽ വന്നേക്കണം. 40,000 കോടിയാണ്. എന്നാൽ നമ്മുടെ ബഡ്ജറ്റിൻ്റെ 1/3 ഭാഗം ബഡ്ജറ്റിൻ്റെയൊക്കെ പുറത്തായിട്ട് പ്രൈവറ്റ് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു. അപ്പോൾ ഇതേ സമയത്ത് 2016-11 കാലത്ത് ഞാൻ നോക്കുമായിരുന്നു എത്രയാണ് ആ സമയത്ത് എത്ര ഉണ്ടായിരുന്നത്. അവിടെ 8,000 തുടങ്ങി 10,000 വരെയാണ്. എന്ന് പറഞ്ഞാൽ 4 ഇരട്ടി. അപ്പോൾ ഓരോ സ്ഥലത്തും ഇതാണ് മൊത്തത്തിലുള്ള വികസനം. ഇതിനാണ് നവകേരളം എന്ന് പറയുക. ഇതിനെയൊക്കെ കോമ്പറ്റീറ്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് മുന്നോട്ട് വെച്ചിട്ട് ഇതാണ് ഞങ്ങളുടെ ഇത് പിന്നെ വേറെ ഇത് സ്പ്ലിറ്റ് ചെയ്യുന്നതിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ?
ഈ 5 ആദ്യം പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞിട്ട് കുറച്ചെണ്ണം പ്രഖ്യാപിക്കുക, അത് കഴിഞ്ഞ് കുറച്ചെണ്ണം പ്രഖ്യാപിക്കുക. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എന്തിനാണ് കാരണം എന്നറിയോ? വേറെ ഒന്നും ഈ സമയത്ത് പറയാനില്ലാത്തതുകൊണ്ടാണ്. ഈ സമയത്ത് ഇലക്ഷന് തൊട്ട് മുമ്പ് അഴിമതി ആരോപണം ഇല്ലല്ലോ. അഴിമതി ആരോപണം പറയേണ്ട സമയമല്ലേ ഇപ്പോൾ? അതില്ലാത്തതുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് എടുത്ത് മുന്നോട്ട് വെക്കുന്നത്. എന്നിട്ട് അതുമായി ഞങ്ങൾ മുന്നോട്ട് പോവുക എന്ന് പറയുകയാണ്. Meet the editors.